നമസ്കാരം. പടുമർമ്മം മുതൽ തൊടുമർമ്മം വരെ മനുഷ്യ ശരീരത്തിലെ മർമ്മങ്ങൾ 108 ഉണ്ട്. നോക്കുമർമ്മം മുതൽ നാക്കുമർമ്മം വരെ വേറെയുമുണ്ട്. അമർത്തുമ്പോൾ വേദനിക്കുന്നതും വിട്ടുവിട്ട് സ്പന്ദിക്കുന്നതുമായ കമ്മ്യൂണിസത്തിൻ്റെ സകല തൊടുമർമ്മങ്ങളും കലങ്ങിമറിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. പിണറായിയെ കൊണ്ടോ പാർട്ടി ബുദ്ധിജീവികളെ കൊണ്ടോ കമ്മി ക്യാപ്സൂൾ കൊണ്ടോ അന്തം ആൻറ്റിബയോട്ടിക് കൊണ്ടോ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത തരത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആരോഗ്യം ക്ഷയിച്ചു പോയിരിക്കുന്നു. കർക്കടക മാസം കൂടി ആയതോടെ പാർട്ടി നിലതെറ്റി അപ്പാടെ എണ്ണത്തോണിയിലേക്ക് വീണിരിക്കുകയാണ്. കോശസ്ഥിതിയാകെ അയയുന്ന ഒരു കാലമാണ് കർക്കടകം. കടമനിട്ടയിലും കാർത്തികപ്പള്ളിയിലും സ്കൂൾ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു. കോട്ടയത്ത് ആശുപത്രി വീണു. കൊല്ലത്ത് കരണ്ടടിച്ചു മരണം. നാടാകെ ഇലക്ട്രിക് ഷോക്കേറ്റ് മരണം. പിണറായി ആഹ്വാനം ചെയ്ത സൂംബ തുടങ്ങിയപ്പോഴേക്കും സകല കലാലയങ്ങളിലും കാലക്കേടായി. നോക്കൂ, കുഞ്ഞുങ്ങളെ ഉഷാറാക്കാൻ പിണറായി വിജയൻ ഒരു പോംവഴി ഉപദേശിച്ചപ്പോഴേക്കും സർവനാശം തുടങ്ങിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യാനാണ് കടമനിട്ടയിലും കാർത്തികപ്പള്ളിയിലും പഴയ സ്കൂൾ കെട്ടിടം പൊളിക്കാതെ ഇട്ടിരുന്നത്. കോട്ടയത്തെ പഴയ ആശുപത്രിയും ആ ലക്ഷ്യത്തിലാണ് നിലനിർത്തിയത്. കമിഴ്ന്നു വീണാൽ കാപ്പിടി മണ്ണ എന്നാണ് കമ്മ്യൂണിസ്റ്റ് നയം. സഖാക്കൾ ഇപ്പോൾ സകലരോടും ലഹളയിലാണ്. സകലത്തിൻ്റെയും സ്ക്രൂ അയഞ്ഞ മട്ടാണ്. ചാത്തൻ മരുന്നുകൾ പോലെ നിലവാരം കുറഞ്ഞതാകിയാൽ ക്യാപ്സൂളുകളും ഫലിക്കുന്നില്ല. ഇവരെത്ര പോസ്റ്റിട്ടാലും ചർച്ചകളിൽ അലറി വിളിച്ചിട്ടും ആരും ഗൗനിക്കുന്നില്ല. ഒന്നിനെയും ആർക്കും വിശ്വാസമില്ലാതായി. പാർട്ടി ബുദ്ധിജീവികളെ കണ്ടാൽ ജനം കാറിത്തുപ്പുന്ന അവസ്ഥയാണ്. പൂക്കാസ എന്ന് പറഞ്ഞു ചെന്നാൽ ജനം പൂവും കായും പറിച്ചു വിടും. താടിവെച്ച ഡിവൈഎഫ്ഐക്കാരുടെ തലവെട്ടം കണ്ടാൽ ജനം ഓടിയൊളിക്കും. പൊതിച്ചോറ് മഹാത്മ്യവുമായി വരുന്ന ചിന്തയക്കൻ കൽപ്പനയേക്കാൾ വലിയ ഹാസ്യതാരമായി. പൂമരൻ എവിടെയോ വാടി നിൽക്കുകയാണ്. കമ്മി ആൻറ്റിമാരെ കണ്ടാൽ സിനിമയിലെ ഫിലോമിനയാണോ കുളപ്പുള്ളി ലീലയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായി. അവരുടെ അഭിനയ രീതികളാണ് ഇവരും പയറ്റുന്നത്. അങ്ങനെ പാർട്ടിക്കൂറും ചാവേറുദ്യോഗവുമായി നടക്കുന്ന ഒരെണ്ണത്തിനെയും ജനം വിശ്വാസത്തിലെടുക്കുന്നില്ല എന്ന് വന്നതോടെ CPM ഇതാ പുതിയ അടവ് തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ്. പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നവരുടെ ശബ്ദം വാടകയ്ക്കെടുത്ത് നിഴൽ സേന ഉണ്ടാക്കുന്നതാണ് പുതിയ പദ്ധതി. വായുസേനയും നാവികസേനയും ഒന്നിച്ചു കയറി കുന്തത്തിൽ വന്നാലും CPMനെ രക്ഷിക്കാനും വെള്ളപൂശാനും കഴിയാത്ത അവസ്ഥയിലായിപ്പോയി കാര്യങ്ങൾ. അത്രയേറെ വെറുത്തുപോയി. സ്വന്തം തലയുമായി പാർട്ടി ഓഫീസിൽ ചെല്ലുന്ന സഖാക്കൾ പിണറായി വിജയൻ്റെ ചിത്രത്തിന് മുമ്പിൽ നിന്ന് ഒരു മന്ത്രം ജപിക്കും. ഓം ഹ്രീം കാരണഭൂതേശ കപ്പിത്താനായസ്യ സ്വാഹ. തല മാറട്ടെ. ഉടൻ കൊണ്ടുവന്ന തലയ്ക്ക് പകരം ഒരു കമ്മിത്തല അവിടെ പ്രത്യക്ഷപ്പെടുകയായി. ആ കമ്മിത്തലയുമായിട്ടാണ് സഖാക്കൾ പുറത്തിറങ്ങുക. അവർക്ക് ഈ ലോകം ഒരു സ്വർഗമായി തോന്നും. ഇത്തരക്കാരെയെല്ലാം പൊതുസമൂഹം വെറുത്തതോടെയാണ് അന്ത്യശ്വാസം വലിക്കുന്ന പാർട്ടിയെ നിഴൽ യുദ്ധം നടത്തിയെങ്കിലും പിടിച്ചു നിർത്താൻ പാർട്ടി നിഴൽ സേന രൂപീകരിക്കുന്നത്. വർഗീയതയ്ക്കെതിരെയും നവകേരള നിർമ്മിതിക്ക് വേണ്ടിയും സംസാരിക്കാൻ കഴിയുന്ന 5000 പേരുടെ ടീമിനെയാണ് പാർട്ടി സജ്ജമാക്കുന്നത്. വർഗീയതയ്ക്കെതിരെ സംസാരിക്കാൻ വെള്ളാപ്പള്ളിയാണ് ശരിക്കും അനുരൂപൻ. നടേശനെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കി വെച്ചിരിക്കുന്നത് തന്നെ അതിനാണല്ലോ. അദ്ദേഹത്തിൻ്റെ സരസ്വതി വിലാസങ്ങൾ മാത്രം മതി വിജയൻ്റെ മനസ്സിൽ തളിരിട്ട നവകേരളം വിരിഞ്ഞു വരാൻ. പാർട്ടി പുതുതായി കണ്ടെത്തുന്ന നിഴൽ സേനയിലെ 5000 പേരെ കണ്ടാൽ തികച്ചും സ്വതന്ത്രരാണെന്ന് നമുക്ക് തോന്നണം. പിണറായി വിജയൻ അല്ലാതെ ഒരാൾ അവരുടെ സങ്കല്പത്തിലില്ല എന്ന് തോന്നലുണ്ടാക്കി പാർട്ടിക്ക് വേണ്ടി ഒളിയുദ്ധം നടത്തിക്കൊണ്ടേയിരിക്കണം. ഇതിനായി പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ആളെ കണ്ടെത്തും. പാർട്ടിക്കാർ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നായി. പലതും വായ പോയ കോടാലിയും പരിഹാസ കഥാപാത്രങ്ങളുമാണ്. ഡിവൈഎഫ്ഐയുടെ പ്രക്ഷോഭകാരികളുടെ എല്ലാം ചോര തണുത്തു പോയിരിക്കുന്നു. ഭരണസുഖം കാരണം പിത്തരസത്തിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ഉൽപ്പാദനം ശരീരത്തിൽ കൂടി. പിണറായി രക്ഷാപ്രവർത്തനത്തിന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ ഒന്ന് ഇറങ്ങി കൊളസ്ട്രോൾ കുറയ്ക്കാമായിരുന്നു. ഇവരിപ്പോൾ കൂടുതൽ സമയവും EMS അക്കാദമിയിൽ പഠനവും ഗവേഷണവുമാണ്. ഗവർണർ പദവി ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് SFIക്കാർ വീര്യം നിലനിർത്തുന്നത്. നിഴൽ സേനയുടെ പ്രചാരണ രീതി ഇത്തരത്തിൽ ആയിരിക്കും. എന്തോ എനിക്കൊരു രാഷ്ട്രീയത്തോടും താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷേ പിണറായി വിജയൻ വിഭാവനം ചെയ്ത കേരളം എനിക്ക് സ്വർഗതുല്യമാണ്. ഈ സർക്കാർ ഇനിയും വരണം. കേരളത്തിലെ ഓരോ മണൽത്തരിയിലുമുണ്ട് പിണറായി വിജയൻ്റെ കരുതലിൻ്റെയും കാവലിൻ്റെയും കരസ്പർശം. ഓരോ നിഴൽ സേനാംഗവും പോസ്റ്റുകൾ തള്ളുക ഈ ഒരു മാതൃകയിലായിരിക്കും.
അയൽവക്കത്തുള്ള ഏതെങ്കിലും ദീപുവോ സുമേഷോ നാളെ മുതൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ട് തുടങ്ങുമ്പോൾ ഓർത്തുകൊള്ളണം, അവർ CPM നിഴൽ സേനയിലെ അംഗമായിരിക്കുന്നുവെന്ന്. ഇവനെന്നാടാ പാർട്ടി മാറിയത് എന്ന് നമുക്ക് സംശയം തോന്നണം. വെറും ഫലിത ബിന്ദുക്കളായി പരിണമിച്ച സഖാക്കളെ ഉൾപ്പെടുത്തി കൈരളി ചാനലിൽ കോമഡിയും കോമ്രേഡും എന്ന പേരിൽ ഒരു റിയാലിറ്റി ഷോ തുടങ്ങാവുന്നതാണ്. പാർട്ടിയെ രക്ഷിക്കാനായി നിഴൽ സേനയുമായി ഇറങ്ങുന്ന ഗോവിന്ദനോടും സഹകിർമീരന്മാരോടും ഒറ്റ കാര്യം മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. നിഴല് നോക്കിത്തല്ലുന്ന മാടൻ്റെ കലിപ്പിലാണ് ജനങ്ങളെല്ലാം. അവർ പ്രാഗിയിട്ട് മടല് വെട്ടി നിങ്ങളുടെ നിഴലിൽ തല്ലിയാൽ മതി, പെടുമരണം ഉറപ്പാണ്.